നെക്സ്റ്റ് മെത്തേഡ്സ് എന്ന് പറയുന്നത് പ്രൊമോഷനാണ്. പ്രൊമോഷൻ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഇറ്റ് ഇസ് എ വേർട്ടിക്കൽ മൂവ്മെൻറ്റ് ഓഫ് എംപ്ലോയി ഫ്രം എ ജോബ് പൊസിഷൻ. പ്രൊമോഷൻ എന്ന് പറയുന്നത് എന്താണ്, നമുക്കറിയാവുന്ന ഒരു കാര്യമാണ്. ഹയർ പോസ്റ്റിലേക്ക് എംപ്ലോയീസിനെ എന്ത് ചെയ്യാണ്, റെക്കമെൻഡ് ചെയ്യുക, അവരെന്ത് ചെയ്യാണ്, അതിലേക്ക് മൂവ്മെൻറ്റ് ചെയ്യണം. അപ്പോൾ ഹയർ പോസ്റ്റിലേക്ക് മൂവ് ചെയ്യുമ്പം അവർക്ക് എന്തുണ്ടായിരിക്കും, ഹയർ റെസ്പോൺസിബിലിറ്റീസ് ഉണ്ടായിരിക്കും, അതോടൊപ്പം തന്നെ ഹയർ റിവാർഡ്സ് ഉണ്ടായിരിക്കും, അവർക്ക് ബെറ്റർ റെമ്യൂണറേഷന്, അതുപോലെ അവരുടെ സ്റ്റാറ്റസ്, വർക്കിംഗ് കണ്ടീഷൻസ് ഒക്കെ എന്ത് ചെയ്യും, ഹൈ ആവും. സോ പ്രൊമോഷൻ എന്ന് പറയുന്നത്, ട്രാൻസ്ഫർ എന്ന് പറയുന്നത് എന്താണ്, മൂവ് ചെയ്യുന്നത് ഹൊറിസോണ്ടലി ആണെങ്കിൽ, ബട്ട് പ്രൊമോഷൻ എന്ന് പറയുന്നത് മൂവ് ചെയ്യുന്നത് വേർട്ടിക്കലി ആണ്. അതായത് ലോവർ ലെവലിൽ നിന്ന് ഹയർ ലെവലിലേക്കുള്ള ഒരു എന്താണ് അപ്പാണ് എന്ത്, പ്രൊമോഷൻ എന്ന് പറയുന്നത്. ഹൈ പൊസിഷനിലേക്കുള്ള ഒരു മാറ്റമാണ്. ഇവിടെ ഡ്യൂട്ടീസും റെസ്പോൺസിബിലിറ്റീസും അതോടൊപ്പം തന്നെ അയാൾക്ക് കിട്ടുന്ന റെമ്യൂണറേഷനിലും അയാളുടെ സ്റ്റാറ്റസിലും അതോറിറ്റിയിലും ഒക്കെ എന്തുണ്ടായിരിക്കും, ഹൈയസ്റ്റ് ആയിരിക്കും, ഹൈ ആയിരിക്കും, അതിൽ മാറ്റം ഉണ്ടായിരിക്കും. ദാറ്റ് ഈസ് ദി പ്രൊമോഷൻ എന്ന് പറയുന്നത്. ഇനി പ്രൊമോഷൻ ഓർഗനൈസേഷനിൽ അണ്ടർടേക്കൺ ചെയ്യുന്നത് രണ്ട് തരത്തിലാണ്. ദാറ്റ് ഈസ് ടൈപ്സ് ഓഫ് പ്രൊമോഷൻ: മെറിറ്റ് ബേസ്ഡ് പ്രൊമോഷൻ ആൻഡ് സീനിയോറിറ്റി ബേസ്ഡ് പ്രൊമോഷൻ. അപ്പോൾ മെറിറ്റ് ബേസ്ഡ് പ്രൊമോഷൻ എന്ന് പറഞ്ഞാൽ, ഇൻ ദിസ് മെത്തേഡ് മെറിറ്റ് ഓർ ക്വാളിഫിക്കേഷൻ ഈസ് ദ ഓൺലി ക്രൈറ്റീരിയ ഫോർ പ്രൊമോഷൻ ഓഫ് എംപ്ലോയീസ്. എംപ്ലോയീസിൻ്റെ ക്വാളിഫിക്കേഷനാണ് മെയിനായിട്ടും എന്ത് ചെയ്യുന്നത്, ഇവിടെ പരിഗണിക്കുന്നത്. ഈ മെറിറ്റ് ബേസ്ഡ് പ്രൊമോഷൻ നല്ല ഹൈലി ക്വാളിഫൈഡ് ആണ്. ഇപ്പോൾ ക്വാളിഫൈഡ് എന്ന് പറയുമ്പം അയാൾക്ക് ഹയർ പൊസിഷൻ കൊടുക്കാൻ ദേ ഹാവ് ഗുഡ് നോളേജ്, നല്ല എക്സ്പീരിയൻസ്, സ്കില്ല്, നല്ല സ്യൂട്ടബിലിറ്റി ആൻഡ് എബിലിറ്റി ടു ഡിസ്ചാർജ് ഫങ്ഷൻസ്, നല്ല രീതിയിൽ ഫങ്ഷൻസ് അണ്ടർടേക്കൺ ചെയ്യാൻ, അതുപോലെ നല്ല റെസ്പോൺസിബിലിറ്റീസൊക്കെ ഉണ്ടായിട്ട് നല്ല രീതിയിൽ വർക്ക് ചെയ്യാനുള്ളൊരു കപ്പാസിറ്റിയും നോളേജും എഫിഷ്യൻറ്റും എബിലിറ്റിയും ഒക്കെ ഉണ്ടാകുമ്പോൾ അത്തരം ആളുകളെ എന്ത് ചെയ്യും, ഓൺ ദി ബേസിസ് ഓഫ് മെറിറ്റ് ദേ ക്യാൻ എന്ത് ചെയ്യും, അവരെ പ്രൊമോട്ട് ചെയ്യും. അപ്പോൾ ഇതെന്ത് ചെയ്യും, ഇറ്റ് മോട്ടിവേറ്റ് ദ എംപ്ലോയി ടു അക്വയർ നെസസറി സ്കില്ല്, എക്സ്പീരിയൻസ് ആൻഡ് ട്രെയിനിങ് ടു അച്ചീവ് ഹയർ പൊസിഷൻ. അപ്പോൾ അങ്ങനെ പ്രൊമോഷന് മെറിറ്റ് ബേസ്ഡ് ആകുമ്പോൾ എംപ്ലോയീസ് തന്നെ അവർക്ക് എക്സ്ട്രാ നോളേജും സ്കില്ലും അതുപോലെ തന്നെ എഫിഷ്യൻ്റായിട്ട് വർക്ക് ചെയ്യാനൊക്കെ അവരെന്ത് ചെയ്യും, ശ്രമിക്കും. സോ ദാറ്റ് ഈസ് ദി മെറിറ്റ് ബേസ്ഡ് പ്രൊമോഷൻ എന്ന് പറയുന്നത്. മറ്റൊന്ന് സീനിയോറിറ്റി ബേസ്ഡ് പ്രൊമോഷൻ. ഈ സീനിയോറിറ്റി ബേസ്ഡ് പ്രൊമോഷൻ എന്ന് പറഞ്ഞാൽ ആ വേർഡിൽ തന്നെ ഉണ്ട്, നമുക്കറിയാം എന്താണ്, നമ്പർ ഓഫ് ഇയേഴ്സ് ഇൻ ദി ഓർഗനൈസേഷൻ ഈസ് എ ഇമ്പോർട്ടൻറ്റ് കൺസിഡറേഷൻ ഫോർ പ്രൊമോഷൻ. എംപ്ലോയീസ് എത്ര വർഷമാണ് വർക്ക് ചെയ്തത്. അപ്പോൾ ലോങ്ങർ ഇയേഴ്സ് ഓഫ് സർവീസ് ഉള്ള ആളുകൾ ബെറ്റർ എക്സ്പീരിയൻസ്ഡ് ആയിരിക്കും. ആൻഡ് ദി മോട്ടിവേറ്റഡ് ദി എംപ്ലോയി വിൽ ബി ഗിവൺ ഹയർ റെസ്പോൺസിബിലിറ്റി ആൻഡ് ദ പൊസിഷൻ എന്നുള്ള ഒരു ഇതിലാണ്. കാരണം അയാൾക്ക് നല്ല എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കും. അത്തരം ആളുകളെ ഓൺ ദി ബേസിസ് ഓഫ് വാട്ട് ഈസ് സീനിയോറിറ്റി ബേസ്ഡ് പ്രൊമോഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഓൺ ദി ബേസിസ് ഓഫ് ദി ഇയേഴ്സ് ഓഫ് വർക്കിംഗ്, ദാറ്റ് ഈസ് നമ്പർ ഓഫ് ഇയേഴ്സ് ഓഫ് സർവീസസിൻ്റെ ബേസിൽ നമ്മൾ പ്രൊമോട്ട് ചെയ്യുന്ന സീനിയോറിറ്റി ബേസ്ഡ് പ്രൊമോഷൻ എന്നും, ആൻഡ് ഓൺ ദി ബേസിസ് ഓഫ് ക്വാളിഫിക്കേഷൻ, ദ ക്വാളിഫിക്കേഷൻ്റെ ബേസിൽ പ്രൊമോട്ട് ചെയ്യുന്നതിനെ മെറിറ്റ് ബേസ്ഡ് പ്രൊമോഷൻ എന്നും പറയുന്നു. Okay, then last one is that demotion. The third method of mobility, internal mobility എന്ന് പറയുന്നത് ഡിമോഷൻ ആണ്. നമുക്കറിയാം ഡിമോഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്, ഇറ്റ് ഈസ് ദ ഓപ്പോസിറ്റ് ഓഫ് ദി പ്രൊമോഷൻ ആണ്. ഇറ്റ് ഈസ് ദ വെർട്ടിക്കൽ മൂവ്മെൻറ്റ് ഓഫ് എംപ്ലോയി ടു എ ലോവർ ലെവൽ ഓഫ് എ ഗ്രേഡ് വിത്ത് ലോവർ റെസ്പോൺസിബിലിറ്റി ആൻഡ് ലോവർ റെമ്യൂണറേഷൻ. ഡിമോഷൻ പ്രൊവൈഡ് ചെയ്യുന്നതോട് കൂടിയിട്ട് എംപ്ലോയീസിന് എന്തായി, ഡിമോഷൻ കിട്ടുന്നതോട് കൂടിയിട്ട് ഇതൊരു തരത്തിലുള്ള ഒരു പണിഷ്മെൻ്റാണ് ഈ ഡിമോഷൻ എന്ന് പറയുന്നത്. അയാൾ വേണ്ടത്ര രീതിയിൽ എഫിഷ്യൻ്റ് ഒന്നും ഇല്ലാത്ത സിറ്റുവേഷനിൽ, അല്ലെങ്കിൽ കപ്പാസിറ്റിയും കേപ്പബിലിറ്റി ഒന്നും ഇല്ല എങ്കിൽ അവരെന്ത് ചെയ്യും, താഴെ കടയിലേക്ക് എന്ത് ചെയ്യും, കുറഞ്ഞ റെസ്പോൺസിബിലിറ്റിയും അതുപോലെ തന്നെ റെമ്യൂണറേഷനൊക്കെ പ്രൊവൈഡ് ചെയ്തിട്ട് ഡിമോട്ട് ചെയ്യും. സോ ദാറ്റ് ഈസ് ദി ഡിമോഷൻ എന്ന് പറയുന്നത്. ഇതും ഈ ഡിമോട്ടിവേറ്റ് ചെയ്യും, ഇത് എംപ്ലോയീസിനെ ഓഫ് കോഴ്സ് ഇതിലെന്തുണ്ടായിരിക്കും, ഇറ്റ് ഡിമോട്ടിവേറ്റ് ദ എംപ്ലോയീസ് ആൻഡ് ആൾസോ എഫക്റ്റ് ഹിസ് മൊറേൽ. അങ്ങനെ ഡിമോഷൻ സംഭവിക്കുമ്പോൾ എംപ്ലോയീസിന് എന്തുണ്ടായിരിക്കും, ഡിമോട്ടിവേറ്റ് ആവും. ഈ ഡിമോഷനൊക്കെ അണ്ടർടേക്കൺ ചെയ്യുമ്പോൾ അതിന് പ്രത്യേക റീസൺസ് ഉണ്ടായിരിക്കും. ദ റീസൺസ് ഫോർ ദി ഡിമോഷൻ എന്ന് പറഞ്ഞാൽ, ദ ഫസ്റ്റ് വൺ ഈസ് ദാറ്റ് നോട്ട് ഫിറ്റ് ഫോർ ദി കറൻറ്റ് പൊസിഷൻ.
നോട്ട് ഫിറ്റ് ഫോർ ദി കറൻറ്റ് പൊസിഷൻ ഈസ് ദ ഫസ്റ്റ് റീസൺ ഫോർ ദ ഡിമോഷൻ. അങ്ങനെ പറഞ്ഞാൽ ഇപ്പോൾ എംപ്ലോയീസിന് അവർ അൺസ്യൂട്ടബിൾ അല്ല എന്ന് ഫൈൻഡ് ഔട്ട് ചെയ്താൽ, ഇപ്പോൾ അവരുടെ റെസ്പോൺസിബിലിറ്റീസ്, അതുപോലെ ഇപ്പോൾ കറൻറ്റായിട്ടുള്ള ജോബ് നല്ല രീതിയിൽ അവരുടെ ഹെൽത്തോ അല്ലെങ്കിൽ ഫിസിക്കലായിട്ടുള്ള കണ്ടീഷനോ മെൻ്റൽ കണ്ടീഷനോ ഒക്കെ അത്ര ഫിറ്റല്ല എങ്കിൽ അയാൾക്ക് നല്ല രീതിയിൽ അയാളുടെ ജോബ് വർക്ക് ചെയ്യാൻ കഴിയുന്നില്ല, അതുപോലെ ഡിസ്ചാർജ് ചെയ്യാൻ റെസ്പോൺസിബിലിറ്റീസ് ഒന്നും ഡിസ്ചാർജ് ചെയ്യാൻ പറ്റുന്നില്ല എന്നുള്ളത് കമ്പനിക്ക് ബോധ്യമായി കഴിയുമ്പോൾ, അയാൾ ആ പൊസിഷനിൽ ഫിറ്റല്ല എന്ന് ബോധ്യമാകുമ്പോഴാണ് എന്ത് ചെയ്യുന്നത്, അയാളെ ലോവർ ജോബ് പൊസിഷനിലേക്ക് പോസ്റ്റ് ചെയ്യുന്നത്. ദെൻ മറ്റൊന്ന് അഡ്വേഴ്സ് ബിസിനസ് കണ്ടീഷൻ. ബിസിനസ്സിൻ്റെ കണ്ടീഷൻസ് ഇപ്പം അഡ്വേഴ്സ് ആവുക എന്ന് പറയുന്നത് പ്യുവർ മാർക്കറ്റബിലിറ്റി അല്ലെങ്കിൽ കോമ്പറ്റീഷന്, ഇപ്പോൾ അത്രയും ഭയങ്കര കോമ്പറ്റീഷൻ ആകുമ്പോൾ വൈൻഡപ്പ് ആവാനുള്ള ഒരു സ്റ്റേജിലേക്ക് ബിസിനസ് പോവുകയാണെന്നുണ്ടെങ്കിൽ, വൈൻഡപ്പ് ക്ലോസ് ഡൗൺ ആയി പോകാനുള്ളൊരു സിറ്റുവേഷനോ അല്ലെങ്കിൽ ഒരു ഡിപ്പാർട്ട്മെൻറ്റ് ഡിസ്കണ്ടിന്യൂ ആക്കേണ്ടി വരുന്ന സിറ്റുവേഷനൊക്കെ വരുമ്പോൾ അവിടെയുള്ള എംപ്ലോയീസിനെ എന്ത് ചെയ്യാണ്, തൽക്കാലത്തേക്ക് എന്ത് ചെയ്യാണ്, അവരെ ഡിമോട്ടിവേറ്റ് ചെയ്യുക, ഡിമോഷൻ ചെയ്യുന്നു. ഡിമോഷൻ ചെയ്യുന്നു. ദെൻ മറ്റൊന്ന് ടെക്നോളജിക്കൽ ചേഞ്ചസ്. അപ്പോൾ ടെക്നോളജിക്കൽ ചേഞ്ചസ് എന്ന് പറഞ്ഞാൽ ഓർഗനൈസേഷനിൽ എന്താണ്, എംപ്ലോയീസ് നെസസിറ്റി, അതായത് റീസ്ട്രക്ചറിങ് ദ ഓർഗനൈസേഷൻ എന്ന് പറഞ്ഞാൽ ഡൗൺ സൈസിങ് ആണ്, ചെറുതാക്കുക, അതുപോലെ ജസ്റ്റ് സൈസിങ് ഓർ ഫോഴ്സ് റിട്ടയർമെൻറ്റ് ഓഫ് എംപ്ലോയീസ്. അപ്പോൾ ടെക്നോളജിക്കൽ ചേഞ്ചസ് വരുമ്പോൾ തന്നെ മാറ്റങ്ങൾ വരുമ്പം എംപ്ലോയീസിൻ്റെ എണ്ണമൊക്കെ മേ ബി കുറക്കാം. അതുപോലെ തന്നെ അത്തരം സിറ്റുവേഷനിലൊക്കെ എന്ത് ചെയ്യാം, ഡിമോഷൻ ചെയ്യാം. ആൻഡ് ദെൻ ഡിസിപ്ലിനറി ഗ്രൗണ്ട്. എംപ്ലോയീസിനെ ഡിമോട്ട് ചെയ്യുന്നത് ആസ് എ പണിഷ്മെൻറ്റ് എന്നുള്ള രീതിയിൽ അയാൾ ഇൻഡിസിപ്ലിനോ അല്ലെങ്കിൽ മിസ്കണ്ടക്റ്റ് ബിഹേവിയറോ ഒക്കെ ഒക്കർ ചെയ്യുമ്പോൾ അയാൾക്കൊരു പണിഷ്മെൻറ്റ് കൊടുക്കുന്ന രീതിയിൽ എന്ത് ചെയ്യാം, ഡിമോഷൻ അണ്ടർടേക്കൺ ചെയ്യാം. അപ്പോൾ ഡിമോഷൻ എന്ന് പറയുന്നത് എന്താണ്, ഇറ്റ് ഈസ് ദി ഓപ്പോസിറ്റ് ഓഫ് ദി പ്രൊമോഷനാണ്. ഡിമോഷൻ എന്ന് പറയുന്നത് എംപ്ലോയീസിന് താഴെ അയാളുടെ റെസ്പോൺസിബിലിറ്റിയും അയാളുടെ റെമ്യൂണറേഷനൊക്കെ കുറച്ചിട്ട് ലോവർ ലെവൽ ഓഫ് ജോബിലേക്ക് അയാളെ മൂവ് ചെയ്യാണ്. ദെൻ റീസൺസ് പറഞ്ഞു, നോട്ട് ഫിറ്റ് ഫോർ ദ കറൻറ്റ് പൊസിഷൻ, അഡ്വേഴ്സ് ബിസിനസ് കണ്ടീഷൻ, ടെക്നോളജിക്കൽ ചേഞ്ചസ് ആൻഡ് ദി ഡിസിപ്ലിനറി ഗ്രൗണ്ട്. അപ്പോൾ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്തത് ഇൻറ്റേർണൽ മൊബിലിറ്റിയാണ്, അതായത് ജോബ് ചേഞ്ചസ് എന്താണെന്നും അതിൻ്റെ ഒബ്ജക്റ്റീവ്സ് നീഡ്സ് എന്താണെന്നും അതുപോലെ ഡിഫറെൻറ്റ് മെത്തേഡ്സ് ട്രാൻസ്ഫർ അതിൻ്റെ ഒബ്ജക്റ്റീവ്സ് അതുപോലെ തന്നെ ടൈപ്സ് പറഞ്ഞു, പ്രമോഷൻ എന്താണെന്നും അതിൻ്റെ ടൈപ്സ് ഡിസ്കസ് ചെയ്തു. ദെൻ ഡിമോഷൻ എന്താണ്, റീസൺസ് ഫോർ ഡിമോഷൻസ് ഡിസ്കസ് ചെയ്തു. ഓക്കെ, താങ്ക് യു.